ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജീവിതം ഒരു പാഠശാലയാണ്. ഗ്രന്ഥശാലകൾക്കും വിദ്യാലയങ്ങൾക്കും പകർന്നു തരാൻ കഴിയുന്നതിലും മൂല്യമേറിയ അറിവ് അത് നമുക്ക് പകർന്നു തരുന്നു. പല രീതിയിൽ നമുക്ക് അറിവ് നേടാൻ കഴിയും. സ്വയം ചിന്തിച്ചും മറ്റുള്ളവരെ ആശ്രയിച്ചും അറിവ് നേടാം. എന്നാൽ അറിയാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും വിനയവും ജിജ്ഞാസയും ഉണ്ടായിരിക്കണം. ഒരു ഗ്രാമത്തിലെ സത്രത്തിൽ ഒരു മഹാത്മാവ് വന്നിട്ടുണ്ടെന്ന് കേട്ട് ഗ്രാമമുഖ്യൻ അദ്ദേഹത്തെ കാണാനായി പുറപ്പെട്ടു. വഴിയിൽ വച്ച് ഗ്രാമമുഖ്യൻ ഒരു യുവാവിനെ കണ്ടു. കാര്യം അറിഞ്ഞപ്പോൾ അയാളും ഒപ്പം കൂടി. ആ യുവാവ് കുറേ നാളായി ഒരു ആത്മീയ ഗുരുവിനെ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. രണ്ടുപേരും സത്രത്തിലെത്തിയപ്പോൾ ഇരുട്ടായി കഴിഞ്ഞിരുന്നു. മഹാത്മാവ് കാഴ്ചയിൽ വെറും സാധാരണക്കാരനായിരുന്നു. അതുകൊണ്ട് ഗ്രാമമുഖ്യൻ കാര്യമായി ബഹുമാനമൊന്നും പ്രകടിപ്പിച്ചില്ല. എന്നാൽ യുവാവ് വളരെ ആദരവോടെ മഹാത്മാവിനെ വണങ്ങിയിട്ട് പറഞ്ഞു, അങ്ങ് എന്തെങ്കിലും ഒരു ഉപദേശം തന്ന് എന്നെ അനുഗ്രഹിക്കണം. മഹാത്മാവ് ഒന്നും മിണ്ടാതെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് മേശപ്പുറത്ത് വച്ചു. ഒരു നൂലെടുത്ത് അതിൻ്റെ അറ്റം കൂർപ്പിച്ച് ഒരു സൂചിയിൽ കോർത്തു. എന്നിട്ട് ഒരു കീറിയ ഉടുപ്പ് എടുത്ത് തുന്നി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ യുവാവ് മഹാത്മാവിനോട് വീണ്ടും ചോദിച്ചു, ദയവായി അങ്ങ് എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരൂ. എന്നാൽ മഹാത്മാവ് അയാളെ ഒന്ന് നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ വീണ്ടും ഉടുപ്പ് തുന്നിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് യുവാവ് കുറച്ചു നേരം കണ്ണുകളടച്ച് ശാന്തനായിരുന്നു. അതിനുശേഷം ഗ്രാമമുഖ്യനും യുവാവും മഹാത്മാവിനോട് യാത്ര പറഞ്ഞിറങ്ങി. പിറ്റേന്ന് ഗ്രാമമുഖ്യൻ ഗ്രാമസഭയിൽ താനും യുവാവും ചേർന്ന് മഹാത്മാവിനെ കാണാൻ പോയ കാര്യം പറഞ്ഞു. അവർ ചോദിച്ചു, മഹാത്മാവ് എന്തെങ്കിലും ഉപദേശങ്ങൾ നൽകിയോ? ഹേയ്, അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. മുഴുവൻ സമയവും അദ്ദേഹം തൻ്റെ കീറിയ വസ്ത്രം തുന്നുകയായിരുന്നു, ഗ്രാമമുഖ്യൻ പറഞ്ഞു. എന്നാൽ യുവാവിൻ്റെ മറുപടി തികച്ചും വ്യത്യസ്തമായിരുന്നു. അയാൾ പറഞ്ഞു, വിലപ്പെട്ട 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ചോദ്യം ചോദിച്ചതും അദ്ദേഹം മെഴുകുതിരി കത്തിച്ചു വച്ചു. അതിൻ്റെ അർത്ഥം നമ്മൾ മെഴുകുതിരി പോലെ സ്വയം എരിഞ്ഞ് ലോകത്തിന് വെളിച്ചമാകണം എന്നാണ്. പിന്നീട് വളരെ ശ്രദ്ധയോടെ അദ്ദേഹം ഒരു സൂചി കയ്യിലെടുത്തു. കൂർത്ത മുന സൂചി കൈകാര്യം ചെയ്യുന്ന അത്ര സൂക്ഷ്മതയോടെ ഓരോ കർമ്മവും ചെയ്യണമെന്ന് എനിക്കതിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞു. ആ കൂർത്ത മുനയുള്ള സൂചി കൈകാര്യം ചെയ്യുന്ന സൂക്ഷ്മതയോടെ ഓരോ കർമ്മവും ചെയ്യണമെന്ന് അതിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞു. നൂലിൻ്റെ വിടർന്നു നിൽക്കുന്ന അറ്റം മുറിച്ചു കളഞ്ഞ് കൂർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം അത് സൂചിയിൽ കോർത്തത്. അതുപോലെ മനസ്സിനെയും ഏകാഗ്രമാക്കണം. മനസ്സ് ഏകാഗ്രമായാൽ മാത്രമേ നൂലുപോലെ ഇടമുറിയാത്ത ഈശ്വരസ്മരണ നിലനിർത്തുവാനാകൂ. അപ്പോഴേ കർമ്മങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാനാകൂ. ഈ തത്വമാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നും എനിക്ക് ഗ്രഹിക്കാനായത്. ഈ കഥയിലെ യുവാവിന് അറിവ് നേടാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു, ജിജ്ഞാസയുണ്ടായിരുന്നു, ശ്രദ്ധയുണ്ടായിരുന്നു, വിനയമുണ്ടായിരുന്നു. അതിനാൽ അയാൾക്ക് ആ മഹാത്മാവിൻ്റെ നിശബ്ദമായ ചെറിയ പ്രവൃത്തികളിൽ നിന്ന് പോലും പലതും പഠിക്കാൻ കഴിഞ്ഞു. ജിജ്ഞാസയും ശ്രദ്ധയും ഇല്ലാത്തവർ എത്ര കണ്ടാലും കാണുന്നില്ല, എത്ര കേട്ടാലും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല, ഗ്രഹിച്ചാലും ഉള്ളിൽ ഉറയ്ക്കുന്നില്ല. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവന് ജ്ഞാനം, അറിവ് ലഭിക്കും. ശ്രദ്ധയുള്ളവന് ജീവിതത്തിലെ ഓരോ അനുഭവവും പാഠങ്ങളായിത്തീരും, സത്യത്തിലേക്കുള്ള വഴിത്താരിയായിത്തീരും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.